ഇത് നിങ്ങളുടെ അറിവോടുകൂടിയാണോ അതോ രാജുവിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണോ? ഭാര്യയെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പക്വതയും പ്രായവും ഒക്കെ അവനുണ്ട്. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. പിന്നെ അവനൊപ്പിടാതെ ആ ലെറ്റർ അങ്ങോട്ട് വരികയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഈ ബന്ധം ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ല. നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഉദ്ദേശം. ഇപ്പൊ അവൾ ഒറ്റയ്ക്കല്ലല്ലോ, ഉള്ളിലൊരു കുഞ്ഞു ജീവൻ കൂടി വളരുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പീഡിപ്പിക്കാൻ ഞാൻ എൻ്റെ മോളെ വിട്ടു തരില്ല. അതൊന്ന് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി തന്നെ വന്നതാ. രാജീവ് വിളിക്കുകയാണെങ്കിലേ അവനോട് പറഞ്ഞേക്ക് ഗോപാലകൃഷ്ണൻ നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെന്ന്. ഓ ഓ ഓ ഗോപാലകൃഷ്ണൻ അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്. രണ്ടും കൽപ്പിച്ചോ നാലും കൽപ്പിച്ചോ വരട്ടെ. ഈ വിജയലക്ഷ്മി ആരാണെന്ന് അയാളും മോളും അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇനി അവളെ ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. തീരുമാനം എടുത്തിരിക്കുന്നതേ വിജയലക്ഷ്മിയാ. കറക്റ്റാ. മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മുടെ ഈ 1-2 സിറ്റിംഗിൽ പരിഹാരം കാണുമെന്നല്ല ഞാൻ പറയുന്നത്. കാലാകാലങ്ങളിലായി അവിടെ നടക്കേണ്ട പല നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. അതെന്തൊക്കെയാണെന്നും ഏതെല്ലാം വിഭാഗങ്ങളിലാണ് പോരായ്മകൾ വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കി പരിഹരിക്കാനുള്ള വഴി കാണണം. അതാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ രാധ എസ് മേനോൻ അന്ന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. എത്രേ? 100 രൂപ. അല്ല, എന്താ ഇവിടെ? എനിക്ക് ശാലിനി ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഞാനേ അവളുടെ ചേച്ചിയാ. ഞാൻ വന്നിരിക്കുന്നു ചെന്ന് പറഞ്ഞാ മതി. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ മാഡം തിരക്കില്ല, ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. മാഡം, മാഡത്തിന്റെ ചേച്ചി കാണാനെത്തിയിട്ടുണ്ട്. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാൻ പറയും, ഈ മീറ്റിംഗ് കഴിഞ്ഞ് കാണാം. ശരി മാഡം. അപ്പോൾ പറഞ്ഞു വന്നത് മെഡിക്കൽ കോളേജിലെ ഈ പ്രശ്നങ്ങളുടെ